നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപിനൊപ്പം റഷ്യയിൽ കുടുങ്ങിയ മലയാളികൾ സഹായം തേടുന്ന വീഡിയോ പുറത്ത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്നവരാണ് സഹായം അഭ്യർത്ഥിക്കുന്നത്. പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ആമ്പല്ലൂരിലെ വ്യാപാരികൾ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കാടിറങ്ങി കാട്ടാനകൾ. പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിലെ ആട്ടുപാലത്തിനു സമീപം തമ്പടിച്ചത് 10 ആനകൾ. ആശങ്കയിൽ നാട്ടുകാർ. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പാലത്തുപറമ്പ് കുടിവെള്ള പദ്ധതിയുടെ 14ാം വാർഷിക പൊതുയോഗവും അംഗങ്ങൾക്കുള്ള ഡിവിഡന്റ് വിതരണവും ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനു സമീപം യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശി. ദേശീയപാതയിലെ കൊടകര പോലീസ് സ്റ്റേഷനു സമീപം സർവീസ് റോഡരികിൽ കാന നിർമ്മാണം പൂർത്തീകരിക്കാത്തത് അപകട ഭീഷണിയായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്പരൻ ആനക്കുന്ന് റോഡിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപിനോടൊപ്പം റഷ്യയിൽ കുടുങ്ങിയ മലയാളികൾ സഹായം തേടുന്ന വീഡിയോ പുറത്ത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്നവരാണ് സഹായം അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങളിപ്പോൾ ബഹുമത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ഇത് ബോർഡറാന്ന് തോന്നുന്നു. പുറത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നിറച്ച് ബോംബൊക്കെ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പണി മിസൈലാക്രമണം മിസൈലെപ്പോഴും എൻ്റെ സൗണ്ട് എപ്പോഴും കേൾക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരൻ CB ഉണ്ട്. അവൻ വേറെ സ്ഥലത്താണ്. അവൻ വെടിവെക്കാൻ പോകുന്നൊക്കെ പറയുന്നു, അവരെ കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വഴിക്കൊരു സഹായം കിട്ടുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും ഈ അവസ്ഥയിൽ. എന്നെ രക്ഷിക്കണേ. ഞങ്ങളിവിടെ പേടിച്ചാണ് ഒരു നിമിഷം കഴിയുന്നത്. എന്നെ രക്ഷിക്കണേ. രക്ഷിക്കണേ. പേടിച്ചാണ് ഒരു നിമിഷം കഴിയുന്നത്. എല്ലാവരും ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഞങ്ങളെന്നെ രക്ഷിക്കണേ. പേടിച്ചാണ് ഒരു നിമിഷം കഴിയുന്നത്. ചാലക്കുടിയിലെ ഏജന്റ് വഴി റഷ്യയിലെത്തിയ 6 പേരാണ് റഷ്യയുടെ കൂലിപ്പട്ടാളത്തിൽ ചേരേണ്ടി വന്നതായി പറയുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്ന പ്രതീക്ഷയിൽ റഷ്യയിലെത്തിയ യുവാക്കൾ ചതിക്കപ്പെട്ടതായും നാട്ടിലെത്താൻ സഹായിക്കണമെന്നും ആവശ്യപ്പെടുന്ന വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊടകര കനകമല സ്വദേശി സന്തോഷ് ഷൺമുഖൻ, കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ, മണലൂർ സ്വദേശി ജെയിൻ, എറണാകുളം കുറുമ്പശ്ശേരി സ്വദേശി റെനിൽ തോമസ്, കൊല്ലം മേയനൂർ സ്വദേശി സിബി തോമസ് എന്നിവരാണ് സംഘത്തിലുള്ളത്. ഉക്രൈനിൽ കൊല്ലപ്പെട്ട സംഘത്തിലെ കല്ലൂർ സ്വദേശി സന്ദീപ് ചന്ദ്രനൊപ്പമാണ് ഇവരും ഏപ്രിൽ മാസത്തിൽ റഷ്യയിലെത്തിയത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന 5 പേരും നിലവിൽ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നും 1200 കിലോമീറ്ററിലധികം ദൂരമുള്ള ബ്രമത് എന്ന സ്ഥലത്തെ പട്ടാള ക്യാമ്പിലാണുള്ളത്. യുദ്ധമുഖത്ത് തൽക്കാലം സുരക്ഷിതരാണെങ്കിലും എന്തും സംഭവിക്കാമെന്ന ആശങ്കയിലാണിവർ. സൈന്യത്തിൽ ചേർന്നതോടെ വിവിധ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു. ചെറിയ ജോലികളാണെങ്കിലും ഉയർന്ന ശമ്പളം ലഭിക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് 6 പേരും റഷ്യയിലെത്തിയത്. ടൂറിസ്റ്റ് വിസയിൽ എത്തിയതിനു ശേഷമാണ് ഇവർക്ക് റഷ്യൻ പൗരത്വം എടുക്കണമെന്നും സൈന്യത്തിൽ ചേരണമെന്നും മനസ്സിലായത്. ഇക്കാര്യങ്ങൾ നാട്ടിലറിയിക്കാതെ പലരും രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും സന്ദീപിന്റെ മരണത്തോടെയാണ് പ്രശ്നങ്ങൾ ബന്ധുക്കൾ അറിയുന്നത്. റഷ്യയിൽ കുടുങ്ങിയ ഉറ്റവരെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി പലരുടെയും ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിന് നിവേദനം നൽകിയിട്ടുണ്ട്. എന്നാൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നം കൂടിയായതിനാൽ ഇന്ത്യൻ എംബസിക്ക് വിഷയത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ അടിയന്തര നീക്കം നടത്തണമെന്നും കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും യൂറോപ്യൻ സാമ്പത്തിക ശക്തിയായ റഷ്യ യുവാക്കൾക്ക് വലിയ പ്രലോഭനമാണ്. ഹോട്ടൽ ജോലി, ഇലക്ട്രീഷ്യൻ, ഹൗസ് കീപ്പിംഗ്, ഗാർഡനിങ് തുടങ്ങിയ ജോലികൾക്കാണ് ഏജൻസികൾ ആളുകളെ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നത്. സന്ദർശക വിസ, ഗസ്റ്റ് വിസ, ബിസിനസ് വിസ എന്നെല്ലാം പേരുകളിൽ വിസയും ഈ ഏജൻസികൾ സംഘടിപ്പിച്ച് നൽകുന്നുണ്ട്. റഷ്യയിലെത്തിയാൽ പൗരത്വം നേടാം എന്ന വലിയ പ്രലോഭനവും ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്നു.
റഷ്യയിലെത്തിയവരിൽ ഭൂരിഭാഗവും അവിടെ എത്തിയ ശേഷമാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നത്. എന്നാൽ നാട്ടിലെ അവസ്ഥയും കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനതകളും ഓർത്ത് അവിടെ തന്നെ തുടരാൻ നിർബന്ധിതരാവുകയാണ് പലരും. പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകുക, മനുഷ്യനിർമ്മിത പ്രളയത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റിന്റെയും യൂത്ത് വിംഗിന്റെയും നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പ്രതിഷേധ ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞളി മുഖ്യപ്രഭാഷണം നടത്തി. ആമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പണ്ടാരി, സുധീർ പെരുമറത്ത്, പുതുക്കാട് മണ്ഡലം ജനറൽ കൺവീനർ രഞ്ജിമോൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് MK അബി, വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ഫൌസിയ ഷാജഹാൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് KT പിയൂസ് എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ കാര്യം എന്താ? നമ്മുടെ നിലനിൽപ്പാണ്. നമ്മുടെ നിലനിൽപ്പ് എന്താ? ഈ രാജ്യത്തിന്റെ നിലനിൽപ്പാണ്. എന്താ നമ്മുടെ നിലനിൽപ്പ്? നമ്മുടെ നിലനിൽപ്പാണ് നമ്മുടെ വ്യാപാരം. ആ വ്യാപാരത്തിലൂടെ നമ്മളും നമ്മുടെ കുടുംബവും ജീവിച്ചു പോകുമ്പോ അതോടൊപ്പം ജോലി ചെയ്തു പോകുന്ന ഓരോ വ്യാപാര സ്ഥാപനത്തിലും 2, 4, 5, 200, 500 ആളുകൾ വരെ ജോലി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട്. ഇവരെല്ലാവരും ജീവിക്കുന്നുണ്ട്. അതോടൊപ്പം സർക്കാരിന്റെ ഖജനാവില് 85% പണം കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന പണിയും നമ്മളാ ചെയ്യുന്നത്. ആ നമ്മളെ കേൾക്കാൻ ഒരു നിമിഷമൊന്ന് ഇരിക്കാൻ ഉദ്യോഗസ്ഥനോ ഭരണാധികാരിക്കോ സമയമില്ലെങ്കിൽ ആമ്പല്ലൂരുകാർ പേടിക്കണ്ട, യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് രണ്ടർത്ഥത്തിൽ ഈ വിഷയത്തെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ആദ്യത്തെ കാര്യം എന്താ അറിയോ? ആദ്യത്തെ കാര്യം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കലാമിറ്റിയാണ്. എന്താ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കലാമിറ്റി? 1.71 മീറ്റർ ജലമുയർന്നു നിൽക്കുമ്പോ ഷട്ടറുകൾ തുറന്ന് 22-ാം തീയതിയും 23-ാം തീയതിയും ജലനിരപ്പ് ക്രമീകരിക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അതിന്റെ കൊക്ക് എന്തോരം വലുപ്പമുണ്ട്, ഇന്ന് കേരളത്തിനെ വിഴുങ്ങാൻ പറ്റുന്നത്ര ഉണ്ട് എന്ന് ഇവിടെ മനസ്സിലാക്കി തരാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നമസ്കാരം ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 30-31 തീയതികൾ ആമ്പല്ലൂരിനെ സംബന്ധിച്ച് കാളരാത്രികളായിരുന്നു. അനധികൃതമായും അശാസ്ത്രീയമായും തികച്ചും നിരുത്തരവാദപരമായ രീതിയിൽ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് ആമ്പല്ലൂർ മേഖലയിൽ മണലിപ്പുഴയുടെ ഇരുകരകളിലും പ്രത്യേകിച്ച് ആമ്പല്ലൂർ മേഖലയിലും കാടിറങ്ങി കാട്ടാനകൾ. പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിലെ ആട്ടുപാലത്തിനു സമീപം 10 ആനകളാണ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ നിലയുറപ്പിച്ചത്. കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയോട് ചേർന്ന് തമ്പടിച്ചതോടെ തൊഴിലാളികളും നാട്ടുകാരും ആശങ്കയിലാണ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പാലത്തുപറമ്പ് കുടിവെള്ള പദ്ധതിയുടെ 14ാം വാർഷിക പൊതുയോഗവും അംഗങ്ങൾക്കുള്ള ഡിവിഡന്റ് വിതരണവും ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് കല്ലൂർ നായരങ്ങാടി NSS ഷൺമുഖ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. കുടിവെള്ള പദ്ധതി ചെയർമാൻ രാജൻ കൊളങ്ങരപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് മുഖ്യ അതിഥിയാകും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, KS ജയപ്രകാശ്, കൺവീനർമാരായ ഓമന സഹദേവൻ, T ദേവിദാസ്, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അനു ആൻസൺ, NSS കരയോഗം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത്, MR സുരേഷ് എന്നിവർ സന്നിഹിതരാകും. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 16, 17 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പാലത്തുപറമ്പ് കുടിവെള്ള പദ്ധതി. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ രാജൻ കൊളങ്ങരപ്പറമ്പിൽ, കൺവീനർ ഓമന സഹദേവൻ, KS ജയപ്രകാശ്, സന്ദീപ് കണിയത്ത് എന്നിവർ പങ്കെടുത്തു. അപ്പോൾ ജനങ്ങളുടെ നല്ലൊരു സഹകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ മുൻ ഭരണസമിതി അംഗങ്ങൾ അവരൊക്കെ നല്ല കൂട്ടായ സഹകരണം ഉണ്ടായി ഈ കാര്യത്തിൽ. അങ്ങനെ ഇപ്പോൾ നല്ല ഭേദപ്പെട്ട നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പം അതിന് നല്ലൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി എല്ലാ മാസവും കൃത്യമായിട്ട് യോഗം ചേരും. വരവ് ചെലവ് കണക്കുകൾ വായിക്കും. അതിൽ ബാലൻസ് വരുന്ന പൈസ നമ്മൾ ബാങ്കിലുണ്ടായി അടയ്ക്കും. പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ പിറ്റേ മീറ്റിങ്ങിൽ നമ്മൾ ആ പാസ്ബുക്ക് ഹാജരാക്കി അവിടെ പൈസ അടച്ച കാര്യം ബോധ്യപ്പെടും. അങ്ങനെ കൃത്യമായിട്ടുള്ള നല്ലൊരു ധന മാനേജ്മെൻറ്റും
ഈ കമ്മിറ്റി അംഗങ്ങളുടെ സജീവമായിട്ടുള്ള പ്രവർത്തനമാണ് ഇതിനെ ഏറ്റവും നല്ല മികച്ചതാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കുടിവെള്ള ഭയമില്ലാത്ത തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ 17 വാർഡ് മുഴുവനും 16 വാർഡ് ഭാഗികമായും ഈ പദ്ധതി ഒരുപക്ഷെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഒട്ടേറെ അഭിമാനകരമാണ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെന്നല്ല, തൃശ്ശൂർ ജില്ല നമ്മൾ എവിടെ നോക്കിയാലും ജനങ്ങൾ അടയ്ക്കുന്ന ഫണ്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു ജനകീയ പദ്ധതി, അത് ഒരു സ്വപ്നം മാത്രമായിരിക്കുന്ന ഞാൻ ഉറപ്പു തരുന്നു. അതിന്റെ വിജയം അതിന്റെ ഗുണഭോക്താക്കളാണ് എന്നതിലൊരു സംശയമില്ല. ഞങ്ങളൊക്കെ അതിൽ പങ്കാളികളായി കുറേ വർഷങ്ങളായി ഇതിന് പിന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കും ഒരുപക്ഷെ ഇന്ന് ഈ പത്രസമ്മേളനം നടത്തുമ്പോഴും ഞങ്ങളും വലിയൊരു സന്തോഷത്തിലാണ്. നമ്മുടെ ഈ 16-17 വാർഡുകളിലെ കുടിവെള്ള പദ്ധതിയുടെ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കമ്മിറ്റിയിൽ നമ്മുടെ ഈ കമ്മിറ്റിയുടെ മാത്രം വിജയമായിട്ട് നമ്മൾ ഒരിക്കലും കണക്കാക്കാനില്ല. കാരണം ഇതിൽ കമ്മിറ്റി മാത്രമല്ല, കമ്മിറ്റിയുടെ ഒപ്പം നിൽക്കാനായിട്ട് മറ്റുള്ള മുൻ ഭരണസമിതികളും പഞ്ചായത്തിലത്തെ അംഗങ്ങളായാലും എല്ലാവരും നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ വിജയം അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കലും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഗുണഭോക്താക്കളുടെ മക്കളിൽ 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഫുൾ A+ കിട്ടുന്ന കുട്ടികൾക്ക് നമ്മൾ ആദരവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ കൂടുതൽ മേഖലകൾക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഏൽപ്പിച്ചാണ് ചുമതല പമ്പ് ഓപ്പറേറ്റർ ആണ് ഞാൻ. കളക്ഷൻ പിരിക്കല്, പിന്നെ എല്ലായിടത്തും പൊട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് സമയത്തിനൊക്കെ ശരിയാക്കി ആൾക്കാർക്ക് തടസ്സമില്ലാണ്ട് വെള്ളം കൊടുക്കുക. പിന്നെ പൈസയൊക്കെ ഇത്തിരി കർശനമായിട്ട് ഞാൻ പറയും. അത് കാരണം പിന്നെ അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. കളക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ചിലവൊക്കെ കഴിച്ച് വേഗം ബാങ്കിന് കൊണ്ടിടും. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനു സമീപം യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുക്കാട് വടക്കേത്തുറവ് എടശ്ശേരി വീട്ടിൽ വേലായുധന മകൻ 48 വയസ്സുള്ള സുനിൽകുമാറാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. ലോക്കോ പൈലറ്റ് വിവരമറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ അധികൃതരും പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാതയിലെ കൊടകര പോലീസ് സ്റ്റേഷനു സമീപം സർവീസ് റോഡരികിൽ കാന നിർമ്മാണം പൂർത്തീകരിക്കാത്തത് അപകട ഭീഷണിയായി. ഈ ഭാഗത്ത് ഏതാനും മീറ്ററുകൾ മാത്രമാണ് കാന നിർമ്മിക്കാതെ ഒഴിച്ചിട്ടിരിക്കുന്നത്. റോഡിനോട് ചേർന്ന് കാന നിർമ്മിക്കാനായി കുഴിച്ച ഭാഗത്ത് പാഴ്ചെടികൾ വളർന്ന് മൂടിക്കിടക്കുന്നതാണ് അപകടക്കിടയാകുന്നത്. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ കുഴിയിലേക്ക് വീഴാതിരിക്കാൻ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്പരൻ ആനക്കുന്ന് റോഡിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, വാർഡംഗം ലിൻഡോ തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, സലീഷ് ചെമ്പാറ എന്നിവർ സന്നിഹിതരായി. ജോസ് കെ മാണി MP-യുടെ 2021-22 സാമ്പത്തിക വർഷത്തെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 4 ലക്ഷം ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ മാതാവിന്റെ തിരുനാളിന് കൊടിയേറി. ഫാദർ നോബി അമ്പൂക്കൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, സഹവികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, ജനറൽ കൺവീനർ ജോജു മഞ്ഞളി, നടത്തുകൈക്കാരൻ ഡോൺ കല്ലൂക്കാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. സെപ്റ്റംബർ 7-ന് ഊട്ട് തിരുനാളും സെപ്റ്റംബർ 8-ന് മാതാവിന്റെ ജനന പ്രതിഷ്ഠാ തിരുനാളുകളും ആഘോഷിക്കും. കാരുണ്യത്തിന്റെ സ്നേഹസ്പർശവുമായി RMHSS-ലെ ഗൈഡ്സ് വിദ്യാർത്ഥികൾ കല്ലേറ്റുങ്കര ദിവ്യകാരുണ്യ ആശ്രമത്തിലെ വയോജനങ്ങൾക്ക് വീൽചെയർ നൽകി. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ആശ്രമം ഡയറക്ടർ ജാൻസി ജോസിന് വീൽചെയർ കൈമാറി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എത്തി സുരേഷ്, പ്രിൻസിപ്പൽ TJ ലെയ്സൺ, വാർഡംഗം മേരി ഐസക് എന്നിവർ പ്രസംഗിച്ചു. വാർഡംഗങ്ങളായ ഓമന ജോർജ്, ഷൈനി തിലകൻ, ഗൈഡ് ക്യാപ്റ്റൻ ജൂബി മാത്യു, അധ്യാപകരായ KR ശ്രുതി, AG ഷിജു, സോജൻ T ജോൺ എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് ഫൊറോന അൽത്താര സംഘം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഫൊറോന ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ ബെൻവിൻ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കുന്ന് ഇടവക വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കല്ലൂർ ഈസ്റ്റ് ഇടവക 1ാം സമ്മാനം കരസ്ഥമാക്കി. 2ാം സമ്മാനം പുതുക്കാടും 3ാം സമ്മാനം വരന്തരപ്പള്ളി ഇടവകകളും കരസ്ഥമാക്കി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരന്ത നിവാരണ ക്ലാസ് നടത്തി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെയാണ് വിദ്യാർത്ഥികൾക്കായി ദുരന്ത നിവാരണ ക്ലാസ് നടത്തിയത്. പ്രിൻസിപ്പൽ ഇൻചാർജ് സംഗീത ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ തങ്കച്ചൻ പോൾ അധ്യക്ഷനായി. NSS വോളണ്ടിയർമാരായ അനുഷ്ക അജിതൻ, AH ശിവഹരി, എഡ്വിൻ ലിൻസൺ എന്നിവർ പ്രസംഗിച്ചു.
ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് പേരാമ്പ്ര സെന്റ് ലിയോബ അക്കാദമി CBSE സ്കൂളിലെ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ചു. പേരാമ്പ്ര പള്ളി വികാരി ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി ഫ്ളാഗ് ഓഫ് ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ, സിസ്റ്റർ റെജീന, സിസ്റ്റർ കൃപ എന്നിവർ പ്രസംഗിച്ചു. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ക്രൈം കൺട്രോൾ ഓർഗനൈസേഷൻ നാഷണൽ വൈസ് പ്രസിഡന്റായി അശ്വനി ദേവ് നിയമിതനായി. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി, മോഹിത് നവാനി, രാജ്കുമാർ രാജ്, സരിത അഗർവാൾ, നരേഷ് ഗുപ്തരാജ്, അഡ്വക്കേറ്റ് ഭൂപേന്ദ്ര സിംഗ് എന്നിവരടങ്ങുന്ന ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി രാംജിംഗ് സിംഗ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈമാറി. കൊടകര വട്ടേക്കാട് ശിവം ഫൗണ്ടേഷൻ ഫൗണ്ടർ അശ്വനി ദേവ് നിലവിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കോൺസുലേറ്റ് അംഗമാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറയുന്നത്. പവന് 80 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 53,640 രൂപയാണ്. കഴിഞ്ഞ 7 ദിവസം കൊണ്ട് 600 രൂപ പവന് വർദ്ധിച്ചിരുന്നു. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില 6,705 രൂപയാണ്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 5,550 രൂപയാണ്. സംസ്ഥാനത്ത് വെള്ളിയുടെ വില ഉയർന്നിട്ടുണ്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 93 രൂപയാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. വടക്ക് കിഴക്കൻ അറബിക്കടലിൽ കച്ചിനും പാകിസ്ഥാനും സമീപ പ്രദേശങ്ങളിലായി അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. അടുത്ത 6 മണിക്കൂറിൽ അതിതീവ്ര ന്യൂനമർദ്ദം പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തിയാർജിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത. തുടർന്ന് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്നുമാറാൻ സാധ്യത. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷയ്ക്കും സമീപത്തായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം ശക്തിയേറിയ ന്യൂനമർദ്ദമായി മാറി. അടുത്ത 36 മണിക്കൂറിൽ ശക്തിയേറിയ ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യത. ഇതിന്റെ ഫലമായി കേരളത്തിൽ ഈ ആഴ്ച വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കാലാവസ്ഥ. കൂടിയ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സൈനിക വിശ്രമ കേന്ദ്രത്തിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ മുഴുവൻ സമയ കെയർ ടേക്കറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 5 വൈകിട്ട് 5-നകം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0487238437. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിലേക്ക് ചെണ്ട പരിശീലകരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകൾ സെപ്റ്റംബർ 10 വരെ ചേർപ്പ് ICDS ഓഫീസിൽ സ്വീകരിക്കും. വിശദവിവരങ്ങൾ ചേർപ്പ് ബ്ലോക്ക് ഓഫീസ് കോമ്പൌണ്ടിൽ പ്രവർത്തിക്കുന്ന ശിശുവികസന പദ്ധതി ഓഫീസുമായി പ്രവൃത്തി സമയങ്ങളിൽ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0487234838. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,705 രൂപ, പവന് 53,640 രൂപ. മുപ്ലിയം കോപ്ലിപ്പറമ്പിൽ ശങ്കരൻ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ കല്യാണിയാണ് ഭാര്യ. ഗംഗാമണി, മനോഹരൻ, സരസ്വതി, വിജയലക്ഷ്മി എന്നിവർ മക്കളും. അമ്പാടൻ കുട്ടൻ, യമുന മനോഹരൻ, തൂമ്പയിൽ മോഹനൻ, ചെറായിപ്പറമ്പിൽ സുകുമാരൻ എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി കുന്നത്തുപ്പാടം പെരുമ്പിള്ളി ഫ്രാൻസിസ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൊടകര കാവിൽ ഐക്കര കൃഷ്ണൻകുട്ടി നായർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിലാസിനി അമ്മയാണ് ഭാര്യ. സന്തോഷ്, സന്ധ്യാദേവി എന്നിവർ മക്കളും. സിന്ധു, ശശി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപിനൊപ്പം റഷ്യയിൽ കുടുങ്ങിയ മലയാളികൾ സഹായം തേടുന്ന വീഡിയോ പുറത്ത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്നവരാണ് സഹായം അഭ്യർത്ഥിക്കുന്നത്. പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ആമ്പല്ലൂരിലെ വ്യാപാരികൾ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കാടിറങ്ങി കാട്ടാനകൾ. പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിലെ ആട്ടുപാലത്തിനു സമീപം തമ്പടിച്ചത് 10 ആനകൾ. ആശങ്കയിൽ നാട്ടുകാർ. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പാലത്തുപറമ്പ് കുടിവെള്ള പദ്ധതിയുടെ 14ാം വാർഷിക പൊതുയോഗവും അംഗങ്ങൾക്കുള്ള ഡിവിഡന്റ് വിതരണവും ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
പുതുക്കാട് റെയിൽവേ സ്റ്റേഷനു സമീപം യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശി. ദേശീയപാതയിലെ കൊടകര പോലീസ് സ്റ്റേഷനു സമീപം സർവീസ് റോഡരികിൽ കാന നിർമ്മാണം പൂർത്തീകരിക്കാത്തത് അപകട ഭീഷണിയായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്പരൻ ആനക്കുന്ന് റോഡിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.